ഹായ് ഹലോ എവരി വൺ, ഐ ആം റുക്സാന അജ്മൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ചിക്കൻ ചേർത്തിട്ടുള്ള ഒരു കൊത്തു ചപ്പാത്തിയാണ്. അതായത് ചിക്കൻ കൊത്തു ചപ്പാത്തി. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എന്ത് കൊടുത്തു വിടുമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരൻസ് കാണും. അപ്പം അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണിത്. ഇതിനകത്ത് ചപ്പാത്തിക്കകത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ യാതൊരുവിധ ഫ്ലേവേഴ്സും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുത്തു വിടാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ എല്ലാ ദിവസവും കുട്ടികൾക്ക് ചോറ് തന്നെ കൊടുത്തു വിട്ടാൽ കുട്ടികൾക്ക് ശരിക്കും ഒരു മടുപ്പായിരിക്കും. പലപ്പോഴും കുട്ടികൾ അതൊക്കെ കൊണ്ടേ കളയാറുണ്ട്, നമ്മൾ പോലും അറിയാറില്ല. അപ്പം കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പം നമുക്കും കഴിക്കാം, കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാനായിട്ട് പറ്റും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി കൊത്തു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 12ഓളം ചപ്പാത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ചപ്പാത്തി എടുക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലോ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ചപ്പാത്തി എടുക്കുക. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ചപ്പാത്തി ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പുറത്ത് നിന്ന് ഇപ്പം ഞാൻ എളുപ്പത്തിന് 20 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പിന്നെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് പിള്ളേർക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചപ്പാത്തി തവ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് തിരിച്ചു മറിച്ചു വിട്ട് കരിയാതെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കണം. ഇതിനെ നമ്മൾ കൊത്തു ചപ്പാത്തി, നമുക്കറിയാമല്ലോ കൊത്തു ചപ്പാത്തി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് നൂല് പോലെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിലെടുക്കാം. ഏതൊക്കെ നമ്മളുടെ ഇഷ്ടം. നമുക്ക് എത്ര ചപ്പാത്തിയാണോ വേണ്ടത് അതിനെല്ലാം ചുട്ടെടുത്തതിന് ശേഷം അതിനെല്ലാം ഒന്ന് അടുക്കി വെക്കുക. അടുക്കി വെച്ചിട്ടൊന്ന് റോളാക്കുക. റോളാക്കിയതിന് ശേഷം നമ്മളതിനെ നൂൽപ്പരുവത്തിൽ വേണമെങ്കിൽ നൂൽപ്പരുവത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നൂൽ രൂപത്തിൽ കിട്ടും. പിന്നെ നമ്മൾ നെടുകയെ ഒന്ന് കീറിയിട്ട്, ഞാനിപ്പോൾ കീറുന്നത് പോലെ നെടുകയെ ഒന്ന് കീറിയിട്ട് ഒരു വിരലിൻ്റെ, അതായത് നമ്മളിപ്പോൾ സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിങ്ങനെ നെടുകെ കീറിയിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടും. സാധാരണ കൊത്തു ചപ്പാത്തിയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വലിപ്പം കിട്ടും. അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നൂഡിൽസ് രീതിയിലായി പോവും. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ അതിനെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിനെയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുണ്ട്. ഇത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു കൊത്തു ചപ്പാത്തിയാണല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു 8-9 പീസോളം മാറ്റി വെച്ചിട്ട് അതിനെ ചെറിയ ചെറിയ പീസസാക്കി വളരെ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് പൊരിക്കാനായിട്ടുള്ള പാകത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, പിന്നെ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് കുറച്ച് അല്പം മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പുരട്ടി വെക്കുക. പുരട്ടി വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ആക്കണ്ട, ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതായിട്ട് വേകുന്ന രീതിയിൽ, ഉള്ളൊക്കെ വേകുന്ന രീതിയിൽ കരിഞ്ഞു പോകാതെ തന്നെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അത് നോക്കി നിന്ന് കരിയാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ചെറിയ ചെറിയ പീസസ് ആയത് കാരണം നമുക്കതിനെ തിരിച്ചിടൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിനെയും കോരി എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ബാക്കിയുള്ള കുറച്ച് പ്രോസസ്സും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്ത് മാറ്റാം. ഇനി അതിന് വേണ്ടിയിട്ട് വേണ്ടത് 2 സബോളയാണ്. ഇവിടെ ഞാൻ നല്ല വലുപ്പമുള്ള 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളിവിടെ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഒരുപാട് ചെറിയ പീസസ് ആയിട്ടല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കണം, ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ചെറിയ കുനുകുനാന്ന് കട്ട് ചെയ്തേണ്ട കാര്യമില്ല. അപ്പം ചെറിയ വലുപ്പത്തിൽ, ഒരുപാട് വലുപ്പത്തിലല്ലാതെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പം ഇതിനെ 2 എണ്ണത്തിനെ ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത്
അടുത്തത് നമുക്ക് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഞാനിവിടെ 3 എണ്ണം എടുക്കുന്നുണ്ട്. അതിൽ 2 എണ്ണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണത്തിനെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുത്ത് അതിനെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. നമ്മൾ ക്യാപ്സിക്കം ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതായത് ഒരെണ്ണം മൊത്തത്തിൽ എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം എടുത്തിട്ട് അതിനെ ഇതേപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നീളത്തിലുള്ള പീസസ് ആണ് വേണ്ടത്. അതേപോലെ കട്ട് ചെയ്തെടുത്ത് അതിനെ ഒന്ന് മാറ്റി വെക്കുക. ഇനി വേണ്ടത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ അതും അതേപോലെ തന്നെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ ചെറിയ പീസ് ഇഞ്ചി മതി, ഇത്രയും വേണ്ട. ഞാനിവിടെ 2 എണ്ണം ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം മതിയാകും. അതിനെയും കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് ഒരു 6 വെളുത്തുള്ളി, അതിനെയും കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുക്കിംഗ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പച്ചമുളക്, അത് ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തതും, പിന്നെ നമ്മൾ എടുത്തു വെച്ച സബോളയും പിന്നെ തക്കാളി, ഇതെല്ലാം കൂടി ചേർക്കുക. സബോള ഒത്തിരി വഴലണ്ട, ആവശ്യത്തിന് മാത്രം വഴറ്റിയതിന് ശേഷം നമ്മുടെ ആ തക്കാളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ആ തക്കാളി പേസ്റ്റിനെ നമ്മൾ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറ്റം കേട്ടോ. അത് നടുക്കൊരു കുഴി ഇട്ടിട്ട് അതിനകത്തേക്കാണ് ഞാൻ തക്കാളി പേസ്റ്റ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അതിനകത്ത് കിടന്ന് വെന്ത് അതിൻ്റെ പച്ചമണം മാറും. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് അതും കൂടെ മിക്സ് ആക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ. നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ എല്ലാം ചേർത്ത് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്താണ്, നമ്മുടെ ചപ്പാത്തിയുടെ പീസസ് ആണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകിൽ കൊത്താം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ കൊത്തുന്നില്ല, വേണമെങ്കിൽ കൊത്താം. അപ്പം കൊത്തിയപ്പാത്തി ആയത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊത്തുന്നതും ഇടിക്കുന്നതും ഒക്കെ നന്നായിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യുക. ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 സ്പൂണിനെയും കൊണ്ടും നന്നായിട്ട് അതിലേക്ക് ആ ചപ്പാത്തിയിലേക്ക് ആ ഒരു മിക്സൊക്കെ ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ്. ഇപ്പം മിക്സിങ് ഒട്ടും മാറ്റി വെക്കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്ത് അവസാനം നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ചേർക്കുക. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ കൊത്തുചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നിൽക്കുക. അപ്പം വീണ്ടും പുതിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.